അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ ഒരു കുഞ്ഞ് വീക്കെൻഡ് എങ്ങനെയാണ് പോയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഞാനുള്ളത് TK Maxx-ലാണ് കേട്ടോ. ഇത് പെണ്ണുങ്ങളുടെ സായിയായ ഭാവമാണല്ലോ, സാധനങ്ങളൊക്കെ കണ്ടാൽ തൊട്ടും തലോടി നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ, ഒന്ന് റിലാക്സ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. ഇതൊരു ചെറിയ റീറ്റെയിൽ തെറാപ്പി എന്ന് പറയാം. മനസ്സിനൊരു സന്തോഷം, ഒരു ചെറിയ ഫാമിലി ടൈമും ആവും. അങ്ങനെയാണ്. ജിറ്റുവിനാണ് ഇന്ന് ബേബിയുടെ ഡ്യൂട്ടി. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് സാധനവും വാങ്ങിച്ച് നേരെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നോക്കി ഷോപ്പൊക്കെ അടച്ചു. ഇത് സാറ്റർഡേ ആണ് കേട്ടോ, ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കടയിൽ കയറി ഇറങ്ങാനുള്ള ടൈമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതും ഒരു രസമല്ലേ. ബേബി എവിടെ പോവാ? ടയേർഡാണോ ബേബി? ടയേർഡാണോ? ബേബിക്ക് ഒരു റിയാക്ഷനും ഇല്ല. നമ്മൾ കടയിൽ നിന്ന് നേരെ ഇറങ്ങിയേക്കുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ, ഈ ഒരു പാർട്ടിയിലേക്ക്. കുഞ്ഞെ നോക്കിയേ, എത്ര പേര് അവളെ നോക്കാമെന്ന്. അത് ശരിക്കും ഇതൊരു ബ്ലസ്ഡ് മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ വന്നേക്കുന്നത് ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആരുടെയാണെന്ന് മനസ്സിലായോ? ഈ നീല സാരി എടുത്ത അമ്മച്ചിയിലെ അമ്മച്ചിയുടെ. ഞാനിത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് ഈ ഒരു കുഞ്ഞ് വലിയ ഫാമിലി കാണിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ. ഇവർ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും പറയട്ടെ, ഇവിടെ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, അവരുടെ മക്കളുണ്ട്, അവരുടെ കൊച്ചുമക്കളുണ്ട്. ഒരു വലിയ ഫാമിലിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ വീടൊക്കെ വിട്ട്, അതായത് നാടൊക്കെ വിട്ട് നമ്മൾ പുറത്ത് താമസിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്ക് കിട്ടുന്ന ഓരോ ഫ്രണ്ട്ഷിപ്പും അതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ അവർ നമ്മുടെ പേരൻസ് ആകും, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആകും, ബ്രദേഴ്സ് ആകും, സിസ്റ്റേഴ്സ് ആകും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോസ് നെറ്റ് കണക്ഷൻസ് ആണ് ശരിക്കും പറയാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പം ലാവിഷായിട്ടൊരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. പായസം കൂടിയുണ്ട്. ഇത് വിൽസ് ചേച്ചിയുടെ സ്പെഷ്യൽ മാംഗോ പായസമാണ്. അപ്പോൾ ഇതും കൂടെ കഴിക്കാനായിട്ടുള്ള വയറ് ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നു. പിന്നെ ടേസ്റ്റൊക്കെ നോക്കി പതുക്കെ എങ്ങനെ നിന്നു. അപ്പം അങ്ങനെ നമ്മളുടെ വീക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, സാറ്റർഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇന്ന് സൺഡേയും കൂടെ കാണിച്ചേക്കാം കേട്ടോ. ഇന്ന് ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. എങ്ങനെ പോകുന്നു എന്നറിയത്തില്ല, പക്ഷേ ഒരു ഫ്രണ്ടുമായിട്ടൊരു ക്യാച്ചപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പുറത്ത് ഞാൻ കാണിക്കാം, നല്ല സണ്ണി, നല്ല വെതറാണ്. അപ്പം നമ്മുടെ ഈ ഒരു ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇത് അഡ്ലേഡിലെ മോസൺ ലേക്ക് എന്ന് പറയുന്നൊരു സബർബാണ് കേട്ടോ. അപ്പം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ലേക്കൊക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് സൺഡേ അല്ലേ, എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഇരുന്ന് വിൻഡോയിൽ കൂടെ പുറത്തോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത്, അതായത് ഇവിടെ നോക്കിയാൽ ആളും ബഹളമൊക്കെ കാണുന്നില്ലേ, പുറത്ത് കാർ ഷോ നടക്കുകയാണ്. അതായത് ലക്ഷറി കാഴ്സിൻ്റെ ഒരു എക്സിബിഷൻ. അപ്പം ഏതായാലും വന്നേക്കുന്നതല്ലേന്ന് വിചാരിച്ച് നമ്മൾ ബ്രഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതുവഴി ഒന്ന് ഇറങ്ങി നടന്നു. എനിക്ക് വണ്ടിയെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല, പിന്നെ എല്ലാം ഒന്ന് കാണുക, അത്ര തന്നെ. സാധാരണ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് പുറത്തിരുന്ന് കഴിക്കാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഈ ഷോ നടക്കുന്നത് കൊണ്ട് ഇവിടെ എല്ലാം ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ ഈ ഷോ, ഇവിടെ നടക്കുന്ന ഈ കാർ ഷോ മാത്രമല്ല, ഇതിന് തൊട്ടടുത്തായിട്ട് വേറെ പാർക്കുകളിലും എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് കാറ് പാർക്ക് ചെയ്യാനൊരു സ്പോട്ട് കിട്ടിയത് തന്നെ മഹാത്ഭുതം എന്ന് പറയാം. കാര്യം കുറേ സ്ട്രീറ്റ്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്ക് വരുന്നത് കേട്ടോ ഈ കാർ ഷോ കാരണം. നല്ല തിരക്കുമാണ്. അപ്പം ഏതായാലും വന്നല്ല, നമുക്ക് ഒരുമിച്ച് ഇത് കണ്ടിട്ട് പോകാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കട്ടെ, ഏതെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഇതിനകത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാനതിൽ വിശദമായിട്ടൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എനിക്കിതിനെപ്പറ്റി ABCD അറിയത്തില്ല. അപ്പോൾ ഇനി വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ നമുക്കൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം അല്ലേ.
ഉച്ചയ്ക്കുള്ളത് മതിയല്ലേ. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വീട്ടിലത്തേക്കുള്ള ഓട്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ വണ്ടി പാർക്കിംഗ് ഇട്ടാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ ഇച്ചിരി നടക്കേണ്ടി വന്നു പാർക്കിംഗ് സ്പോട്ടിലോട്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരുത്തി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ പടി ചാടി കയറാൻ വേണ്ടിയിട്ട്. അപ്പയാണെങ്കിൽ അപ്പയായിട്ടൊന്ന് ബേബി സിറ്റ് ചെയ്തത്. ഇന്ന് അപ്പയുടെ ഡേ ഓഫാണ്. അപ്പോഴത്തേക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവളെൻ്റെ വണ്ടിയെ ചാടി കയറി. അപ്പയും മോളും കൂടെയാണ് ഇരുന്നത്. അവിടെ മൊത്തം മെസ്സാക്കിയേക്കാണ്. അപ്പോൾ അവളുടെ കംഫർട്ടബിൾ സോണിൽ അവൾ കയറിയിരുന്നു. അപ്പ പാവം തന്നെ ഉണ്ടാക്കി കല്ലുമ്മക്കായ റോസ്റ്റും മുട്ട പൊരിച്ചതും കൂട്ടി. മുട്ട ഞാനാണ് പൊരിച്ചത് കേട്ടോ, ചോറും ഞാനാണ് വെച്ചത്. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കണ്ട. അച്ചാറും ഞാനിട്ടത്. ഓക്കെ. അപ്പോൾ അപ്പയുടെ പാവം ചോറും കഴിച്ച് നമ്മളൊരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളായിട്ടുള്ള ഒരാഗ്രഹമാണ് ഒന്ന് സാരി എടുക്കണമെന്ന്. പക്ഷെ അതിന് പറ്റിയ അവസരമൊന്നും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് സാരിയൊക്കെ എടുത്തങ്ങ് പോയേക്കാമെന്ന് ചോദിച്ചു. വെറുതെ ഇരിക്കുകയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ തീരുമാനിച്ചായിരുന്നു ഇനി ഞാൻ വീട്ടിൽ സാരി എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നടക്കാത്ത ആഗ്രഹം. എന്നാൽ പിന്നെ തോമസ് കലിപ്പിക്കാതെ മനുഷ്യ കലിപ്പിക്കാതെ. വിശപ്പിന്റെ വിഷമാണ് മുഖത്ത് കാണുന്നത്. സൺഡേ അല്ലേ, പള്ളിയിൽ പോകാതെ എങ്ങനെയാണ് നമ്മൾ ദിവസം എൻഡ് ചെയ്യുന്നത്. നമ്മുടെ പള്ളി ഈവനിങ്ങിലാണ്, 5:30 മാസ്. അപ്പം അതിന് നമ്മൾ പോയിട്ട് ഇന്ന് സാരി ഉടുത്തേക്കുന്നത് കൊണ്ട് അതുപോലെ കുഞ്ഞി പട്ടുപാവാടയും ബ്ലൗസും ഒക്കെയാണ്. അത് എന്ന് വെച്ചാൽ അവളുടെ ഡേ കെയറിൽ നിന്ന് അവൾക്ക് ദീപാവലിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ നല്ല രസമായിട്ട് ഇട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ മാക്സിമം നോക്കിയായിരുന്നു. പക്ഷേ നടന്നില്ല, അത്ര നല്ലൊരു ഇത് കിട്ടിയില്ല. അവൾക്ക് കൈ നിറച്ച് വളയും മാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഇനി റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് സാധാരണ പള്ളി കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറിയിട്ട് വരുന്നതാണ്. പക്ഷേ ഇന്ന് KFCന്ന് ഒരു ഫുഡ് എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചു. എന്നാൽ പിന്നെ വിശപ്പിൻ്റെ വിളി കാരണം അവിടെ തന്നെ ഇരുന്ന് കഴിച്ചതേ. നമ്മൾ വീട്ടിൽ ചേക്കേറി. ഇനി അടുത്ത ദിവസം ജോലിയായിട്ട് ഇനി ഒരാഴ്ച ജോലി. നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഓർക്കുന്ന കേട്ടോ, കുറച്ച് മുളക് ഇതുപോലെ പൊടിക്കാനുണ്ടായിരുന്നു. ഇതിപ്പോൾ നേരത്തെ കഴിഞ്ഞ വർഷത്തെ മുളകാണ്. അപ്പോൾ ഈ മുളക് ഇങ്ങനെ പഴുത്ത് വരുന്നത് വിൻ്റർ ടൈമിലാണ്. അപ്പോൾ ആ സമയത്ത് വെയിലില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഓവനിൽ വെച്ചൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിനെ എടുക്കുന്നത്. അപ്പോൾ ഇതിനെ പിന്നെ വെയിലത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് വെയിൽ കണ്ടുകൊണ്ട് ജസ്റ്റ് പൊടിക്കാൻ താമസിച്ചത് കൊണ്ടും അങ്ങ് പൊടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് കേട്ടോ, ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ ബൈ ഫോർ നൗ, ടേക്ക് കെയർ.